വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ പ്രൊഫസറും വാഗ്മിയും ഗ്രന്ഥകാരനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കർത്തൃ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചെയ്തത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഭാഗം കഴിഞ്ഞ തവണ അച്ഛൻ വിശദീകരിച്ചു. അതിൽ ഉൾക്കൊള്ളുന്ന പിതൃഭാവവും മാതൃഭാവവും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പ്രത്യേകിച്ച് ധൂർത്തപുത്രൻ്റെ ഉപമയൊക്കെ പറഞ്ഞ് പ്രേക്ഷകർക്കായിട്ട് അത് വിശദീകരിച്ചു കൊടുത്തു. യേശു ഉദ്ദേശിച്ച പിതാവിൻ്റെ ആ പിതൃസങ്കല്പം, പിതാവെ എന്ന് വിളിക്കാനായിട്ട് അബ്ബ അല്ലെ അപ്പച്ച എന്നൊക്കെ വിളിക്കാനായിട്ട് യേശു ആവശ്യപ്പെടുമ്പോൾ മനുഷ്യർക്ക് നമുക്ക് ആ പിതാവിൻ്റെ മക്കൾ എന്നുള്ളൊരു ബോധത്തിലേക്ക് ഉയരാനായിട്ടുള്ളൊരു കടമയില്ലേ? നമ്മളെല്ലാവരും പിതാവെ അപ്പച്ച എന്ന് വിളിക്കുമ്പോൾ ആ തന്തയുടെ മോനെയാണെന്ന് എന്ന് മറ്റുള്ളവർ ചോദിക്കാൻ ഇടവരരുത് അല്ലേ? ആ നാമത്തെ വിജാതിയരുടെ മുമ്പിൽ എൻ്റെ നാമത്തെ നിങ്ങളായിട്ട് അലങ്കോലപ്പെടുത്തരുത് എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം അതിൻ്റെ പുറകിലില്ലേ? തീർച്ചയായിട്ടും സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. പിതാവ് എന്ന് ദൈവത്തെ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ചേർന്ന് വിളിക്കുമ്പോൾ, കർത്താവ് അങ്ങനെ പിതാവിനെ ദൈവത്തെ പിതാവെ എന്ന് വിളിച്ച് പഠിപ്പിച്ചു നമ്മളെ. അബ്ബാ, എൻ്റെ പിതാവാണ് ദൈവം, ഞാൻ ആളുടെ മകനാണ്, മകളാണ് എന്ന രീതിയിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് കൂടി നമ്മൾ ചേരുവാണ്. വാസ്തവത്തിൽ ആ ക്രിസ്തുവിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ വരുവാണ്. അപ്പോൾ ക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ആവർത്തിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നമ്മൾ ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ്. കാരണം ക്രിസ്തുവിനെ പോലെ തന്നെ ദൈവത്തിൻ്റെ മക്കൾ നമ്മളും ആണ് എന്ന് ഏറ്റുപറയിലാണ് നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ യേശുവിൻ്റെ പിതാവായിട്ട് ദൈവത്തെ കണ്ടുവിളിച്ചപ്പോൾ ആ യേശുവിൻ്റെ പ്രാർത്ഥന നമുക്കായിട്ട് നൽകി, നമ്മളത് ഏറ്റെടുത്ത് അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ പിതാവേ എന്നല്ല, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ നമ്മുടെ പിതാവ് ആയിട്ട് വിളിക്കുമ്പോൾ യേശു എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ പിതാവായ ദൈവത്തോട് നിറവേറ്റിയോ രക്ഷണീയ കർമ്മത്തിൽ, അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങളിൽ ഞാനും പങ്കുചേരുന്നു എന്ന് എനിക്കും ആ യേശുവിൻ്റെ രക്ഷാകര വേല തുടർന്നു കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വമാണ് ഉള്ളത്. അവിടുത്തെ ശരീരത്തോടും മനസ്സിനോടും ആത്മാവിനോടും ഞാനും ചേർന്ന് ഒരു വ്യക്തിയായി തീർന്ന് പിതാവായ ദൈവത്തിൻ്റെ മകനും മകളുമായി പ്രവർത്തിക്കണം ക്രിസ്തുവിനെ പോലെ എന്നുള്ള വലിയ ഒരു ചിത്രം, ഒരു ആവശ്യം, ഒരു വലിയ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വത്തിലേക്ക്, കടമയിലേക്ക് ആ പ്രാർത്ഥന നമ്മെ നയിക്കുന്നുണ്ട് എന്നാണ് സാർവത്രിക മതബോധനം പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഞാൻ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഞാൻ മകനാണ്, മകളാണ്. അപ്പോൾ എനിക്ക് മനുഷ്യനനുസരിച്ച് ഈ ദൈവത്തിൻ്റെ മകനും മകളുടെയും സ്വത്വമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഇമേജാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവരുടെ ഛായാചിത്രങ്ങളാണ് ഞാൻ വഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഛായാചിത്രങ്ങൾ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അഭിമാനമുണ്ടാകുന്നത്. ഞാൻ ഔസേപ്പുണ്ണിയുടെ മോനാടാ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഞാൻ ആ റോസയുടെ മകനാടാ എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു അഭിമാനബോധമുണ്ട്. ആ അഭിമാനബോധത്തോടു കൂടിയാണ് നമ്മൾ ദൈവത്തെ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ തന്നെ ചിത്രമുണ്ട്, ദൈവത്തിൻ്റെ രൂപമുണ്ട്, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കാൻ എനിക്ക് കടപ്പാടുണ്ട്. ഞാൻ തുല്യനാണ്, ദൈവത്തെ പോലെ ക്രിസ്തുവിനെ പോലെ യോഗ്യതയോടുകൂടെ ജീവിക്കാൻ കടപ്പാടുണ്ട്. ദൈവപുത്രരെ പോലെ ആയിത്തീരാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ ഒരു പിതാവിന് അടുത്ത പോലെ നമ്മൾ ശിശു സഹജമായ മനസ്സിൽ പിതാവായ ദൈവത്തെ ആശ്രയിക്കണമെന്ന് കൂടി പറയുന്നുണ്ട് എന്നാണ് സാർവത്രിക മതബോധനം പറയുന്നത്. നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ മകനാണ്, മകളാണെന്ന് അംഗീകരിക്കുകയാണ്. ഞാൻ മകനാണ്, മകളാണെന്ന് അംഗീകരിക്കുമ്പോൾ ഞാൻ അങ്ങാണ് എൻ്റെ സംരക്ഷണം, അങ്ങാണ് എൻ്റെ സർവസ്വവും, അങ്ങാണ് എൻ്റെ പിതാവ്, അങ്ങനാണ് എൻ്റെ ജനയിതാവ്, അങ്ങനാണ് എൻ്റെ പരിപാലകൻ
അങ്ങനാണ് എൻ്റെ രക്ഷകൻ, അങ്ങിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്. ആ പുത്രൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പിതാവ് എന്ന് പറയുന്ന ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന ധ്യാനിക്കുകയാണെങ്കിൽ വേറെ അധികം പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കും കർത്താവ് കണ്ടവനും പ്രാർത്ഥനയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ആകെ പഠിപ്പിച്ച പ്രാർത്ഥന എത്രയേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത് മാർപ്പാപ്പ, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ ഒരു ലേഖനത്തെക്കുറിച്ച്, കർത്താവിൻ്റെ കത്തർ പ്രാർത്ഥനകളെ കുറിച്ചുള്ളൊരു വിചിന്തനങ്ങളെക്കുറിച്ച് ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ആ പുസ്തകത്തിൽ വായിച്ചു ഞാൻ. അപ്പോൾ ഈ ഭാഗങ്ങൾ എങ്ങനെയാണ്, അപ്പോൾ ശരിക്കും ആ കത്തർ പ്രാർത്ഥനയിൽ പാദ്രേ നോസ്ത്രോ എന്നാണ് അതിൻ്റെ ഇറ്റാലിയനിൽ പേര്. പാദ്രേ നോസ്ത്രോ, ഞങ്ങളുടെ പിതാവേ. ആ പ്രാർത്ഥനയുടെ വിചിന്തനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ കുറേ കൂടി പച്ചയായ രീതിയിൽ മാംസം ധരിച്ചുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് പറയുകയാണ്. ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ആ പിതൃമാതൃ സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ മാർപ്പാപ്പ അതിൽ വിവരിക്കുമ്പോൾ കുറേ കൂടി ഇന്നത്തെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയുണ്ട്. ഇപ്പോൾ സാർവത്രിക മതബോധനം ഒരു 10-25 വർഷം മുമ്പ് ഇറങ്ങിയതാണ്. മാത്രമല്ല ദൈവശാസ്ത്രപരമായ ഒരു ഭാഷയാണ്. ഇതേ കാര്യം തന്നെ ഈ പിതാവ് എന്നുള്ളതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ മനോഹരമായിട്ട് അതിൽ പറയുകയാണ്. അപ്പോൾ വീട്ടിലെ അപ്പനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്നാണ് പിതാവ് പറയണേ, ഫ്രാൻസിസ് മാർപ്പാപ്പ. എന്നിട്ട് പിതാവ് മാർപ്പാപ്പയുടെ ചെറുപ്പകാലത്തുള്ള പല സംഭവങ്ങളും അതിൽ പറയുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ ചിത്രത്തിൽ നിന്നാണ് പിതാവായ ദൈവത്തിനെ കുറിച്ചുള്ള പിതൃമാതൃ സങ്കല്പങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ന്യൂജൻ പിള്ളേർ പലർക്കും അപ്പൻ എന്നൊക്കെ പറയുന്നതിന് വലിയ വാല്യൂ ഒന്നും ചിലർ കൊടുക്കണില്ല. ഇപ്പോൾ നമ്മളൊക്കെ ചില പിള്ളേരെ തമാശയ്ക്കായിരിക്കുക അല്ലെങ്കിൽ പേടിച്ചിട്ടൊക്കെയാണ് ചെയ്യണത്. പ്രോഗ്രസ് കാർഡ് ഒപ്പിടേണ്ട സമയം വരുമ്പോൾ അപ്പനറിയുന്നില്ല. കാരണം ഇതൊക്കെ ഒപ്പിട്ട് കിട്ടണ്ടേ. അപ്പോൾ അപ്പൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കേണ്ടി വരും. കാരണം ഒക്കെ തോറ്റിരിക്കുക, വട്ടം കുമ്പളങ്ങയാണ്. അപ്പോൾ എന്ത് വേണം? അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു അമ്മാവിനെയൊക്കെ പിടിച്ച് ഒന്ന് ഒപ്പിടണം അപ്പനാന്നൊക്കെ പറഞ്ഞ് ഒപ്പിടിച്ച് കൊണ്ടുപോകുന്ന, അതായത് അപ്പൻ്റെ പിതൃത്വത്തെ പോലും ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നിരസിക്കാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് വലിയ മടിയില്ല. അല്ലെങ്കിൽ നമ്മൾ ചില കുറുമ്പ് കാണിക്കുന്ന പിള്ളേർക്ക് മടിയില്ല. അതുപോലെ അമ്മ അതുപോലെ തന്നെ അമ്മ ഇങ്ങനെ 10 മാസം ചുമന്ന് മറ്റന്നാണ് എൻ്റെ അമ്മയാണ്. ഈ അമ്മ എന്നൊക്കെ പറയാനായിട്ട് ചില ആൾക്കാർക്ക്, അമ്മയ്ക്ക് സൗന്ദര്യം കുറവാണെങ്കിൽ, അമ്മയ്ക്ക് വിവരമില്ലെങ്കിൽ, ചില പിള്ളേരെ അമ്മയായിട്ട് അവതരിപ്പിക്കാൻ ചില ആൾക്കാർക്ക് വിഷമം, സങ്കടം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മീഡിയയിലൊക്കെ അതുപോലെ ചെറുപ്പക്കാരൊക്കെ സംസാരിക്കുമ്പോൾ, ഞാൻ പട്ടം കിട്ടിയ അവസരത്തിലൊക്കെ കുറേ പുതിയ പുതിയ വാക്കുകൾ വന്നതാണ് ഈ അപ്പനെ അമ്മയൊക്കെ പറയാനായിട്ട്. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് അപ്പൻ എന്ന് പറയുന്നു, ചിലർ ചാച്ചൻ എന്ന് പറയുന്നു, അച്ഛൻ എന്ന് ഹിന്ദുക്കൾ പറയുന്നു, ഉപ്പ എന്ന് മുസ്ലിങ്ങൾ പറയുന്നു. പിന്നെ അങ്ങനെയുള്ള വ്യത്യാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വേറെ ചില പുതിയ പുതിയ നാമങ്ങൾ, ന്യൂജൻ നാമങ്ങൾ. അന്ന് ന്യൂജൻ നമ്മൾ പറയാറില്ല, പക്ഷെ അന്നത്തെ ഫാഷൻ ആൾക്കാർ പറയണത് ഡാഡി, മമ്മി എന്നൊക്കെ നമ്മൾ പറയണത് നമുക്ക് മനസ്സിലാവും. അതൊക്കെ വിട്ടിട്ട് മെയിൻ സ്വിച്ച്, കേന്ദ്രം, മെയിൻ സ്വിച്ച് ഇന്ന് വന്നിട്ടില്ല എന്നൊക്കെ, മെയിൻ സ്വിച്ച് ഇവിടെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം ലാഘവത്തോടു കൂടിയാണ്. വേര്, നാരായ വേര്, ഇങ്ങനെയൊക്കെയുള്ള ചില, പിന്നെ അത് അത്ര ശോഭിച്ചില്ല എന്നാണ്. കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ആ പേരുകൾ ഞാൻ പിന്നെ മെയിൻ സ്വിച്ചും നമ്മുടെ കേന്ദ്രവും ഒന്നും അധികം കാണില്ല. തമാശയ്ക്ക് പറയുമായിരിക്കും. പക്ഷേ ഈ അപ്പ എന്നുള്ള സങ്കല്പം ഒഴിവാക്കിയിട്ട്, അത് ഒഴിവാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഫ്രീഡം കിട്ടാനാണ്. ഞാൻ അപ്പനെയൊക്കെ അംഗീകരിക്കുമ്പോൾ എൻ്റെ ഫ്രീഡം നഷ്ടപ്പെടുവാണ് എന്നൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാർപ്പാപ്പ പറയുന്നുണ്ട്. അതാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ പാദ്രേ നോസ്ത്രോ എന്ന് പറയുന്ന വിചിന്തനത്തിൽ പറയുവാണ്, ഇന്നത്തെ പലർക്കും അവർക്കത് താല്പര്യമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, നമ്മൾ ഒരു അപ്പനിൽ നിന്നും ഒരമ്മയിൽ നിന്നും സ്നേഹമതിയായ കരുണാമയമായ ഒരു ചിത്രം മനുഷ്യത്വത്തിൻ്റെ സ്വീകരിച്ചാൽ
ക്കുന്നത് വഴിയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ചും നല്ല പിതൃമാതൃ സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പിതാവ് നമ്മുടെ അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ഈ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി വയ്ക്കുകയെ. സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലാതെ സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞ ഒരു ജന്മം പോരാ ഈ പ്രാർത്ഥന ധ്യാനിക്കാനായിട്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓർക്കാറുള്ള ഒരു സംഭവം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇടുക്കി ഭാഗത്തുള്ള മല ഇടുക്കുകളിൽ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലത്തുള്ള എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അച്ഛൻ പറഞ്ഞൊരു സംഭവമാണ്. അച്ഛൻ ഇങ്ങനെ അവിടെ ഇപ്പോഴൊക്കെ ഇടുക്കി ഭയങ്കര വികസിതമായി. പണ്ടത്തെ കാലത്ത് അത്രയൊന്നും 10-40 കൊല്ലം മുമ്പൊന്നും ഇടുക്കിയിൽ ഇത്രയും ഈ കെട്ടിടങ്ങളും റോഡുകൾ സൗകര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ പശുവിന് തീറ്റാൻ പോവുക, ആടിന് തീറ്റാൻ പോവുക, അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ മേടുകളിലേക്ക് ഇറങ്ങും പിള്ളേരൊക്കെ. വയനാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ മലബാറിലൊക്കെ പല സ്ഥലങ്ങളിലും ഉള്ള ചിത്രം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അച്ഛൻ പറയായിരുന്നു, ഒരു ദിവസം അച്ഛനിങ്ങനെ ഒരു വീട് സന്ദർശനം നടത്താം. മലയുടെ മുകളിലൊക്കെയുള്ള അവിടെയൊക്കെ ഒത്തിനെ കയറി 4 കിലോമീറ്റർ 5 കിലോമീറ്ററൊക്കെ നടന്നിട്ട് വേണം ചിലപ്പോൾ അറ്റത്തൊരു വീട്ടിലേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ അങ്ങനെ പോണ അവസരത്തിൽ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറുക്കൻ ഒരു പാറപ്പുറത്ത് ഇരുന്നിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നിങ്ങനെ ഉറക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ അച്ഛനെ തോന്നി ഭയങ്കര നല്ല ചെറുക്കനാണല്ലോ. കുറച്ചു നേരം അച്ഛൻ നടന്ന് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവൻ വീണ്ടും പറയണേ ബാക്കി ചലനം കേൾക്കണില്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛന് എന്തോ ഒരു പന്തിയേട് തോന്നി. ചിലപ്പോൾ ഇച്ചിരി പൈസ കുറവായിരിക്കും, അതാണ് ഈ ആട് മേച്ചൊക്കെ ഇങ്ങനെ നടക്കണേ. ഇതുകൊണ്ട് ഉച്ചരിഞ്ഞ് ഒരു പാറപ്പുറത്തിരുന്നിട്ട് അവനിങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നുണ്ട്. അപ്പോൾ ആടുകൾ ആ വഴിക്കൊക്കെ മെയ്യുണ്ട്, ഇവനതൊന്നും നോക്കണമൊന്നുമില്ലേ. ഇവൻ കുത്തിരുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പോൾ അച്ഛൻ മെല്ലെ അടുത്തേക്ക് വന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, മോനെ നീ ഇത്ര നാളായിട്ട് സ്വർഗസ്ഥനായ പിതാവ് പഠിച്ചില്ലേ, നിനക്കിത് ചെല്ലാൻ പറ്റണില്ലേ? ചെല്ലാൻ പറ്റേണ്ടല്ല, കിട്ടുകയൊക്കെ ചെയ്യും. എനിക്ക് സ്വർഗസ്ഥനായ പിതാവൊക്കെ. അവൻ എഴുന്നേറ്റ് സ്തുതിയൊക്കെ എഴുതിയിട്ട് പറഞ്ഞു, പക്ഷെ ഞാനതേ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നേ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അപ്പൻ ഓർമ്മ വരും. അപ്പനിപ്പോൾ അവിടെ പണിയാ, കാപ്പിത്തോട്ടത്തിൽ പണിയുണ്ട്. അപ്പോൾ എൻ്റെ അപ്പൻ ഇങ്ങനെ ഒരു പ്രാവശ്യം അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണു. എന്നിട്ട് എന്തായിരുന്നു കഷ്ടപ്പാട് ഇതെല്ലാം. പിന്നെ അപ്പോൾ അമ്മയൊക്കെ എല്ലാവരും കൂടിയൊക്കെ സഹായിച്ചു, അടുത്ത ചേട്ടന്മാരൊക്കെ വന്ന് സഹായിച്ച് നമ്മുടെ ഇതൊക്കെ ചെയ്തു. ഓരോ കാര്യങ്ങൾ അധ്വാനിക്കാൻ പറ്റുന്നുണ്ടായില്ല ആ അവസരങ്ങളിൽ. അതൊക്കെ അപ്പച്ചൻ നമുക്ക് വേണ്ടിയല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കേ, നമ്മുടെ അപ്പൻ ഇങ്ങനെയൊക്കെ ഇത്ര കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്വർഗസ്ഥനായ പിതാവ് പിതാവ് എന്തൊക്കെയായിരിക്കും നമുക്ക് വേണ്ടി ചെയ്യണേ. പിന്നെ എൻ്റെ അപ്പനെ അവൻ പറയാണ് ഇത്ര ഉയരമൊക്കെയാണ് ഉള്ളൂ. ഈ സ്വർഗസ്ഥലിരിക്കുന്ന പിതാവിൻ്റെ ഉയരം എന്തായിരിക്കും? അയാളുടെ മീശ, അയാളുടെ കയ്യിൻ്റെ മസിൽ, ഈ ചക്രം ഇങ്ങനെ കുത്തിരുന്ന് ഓരോന്ന് ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴേക്കും പുള്ളിക്ക് പിന്നെ അടുത്ത സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയാൻ പറ്റണില്ല. അവൻ പറഞ്ഞത് കുറേ നേരം എടുത്തിട്ട് എനിക്കിതൊക്കെ ഒന്ന് തീർക്കാൻ പറ്റണേന്ന്. അപ്പോൾ ഒരു ഇടയബാലൻ ആയ ഒരു കുട്ടി ധ്യാനാത്മകമായി ചെല്ലുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സംഭവം തന്നെയാണ്. നമ്മൾ അനുഭവിച്ച നമ്മുടെ അപ്പൻ, അദ്ദേഹം ഒരു കാർക്കശ്യക്കാരനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാൻ ഭയങ്കര പാടുണ്ടാവും. കാർക്കശ്യം പുരുഷത്വത്തിലുള്ളതാണ്. ലെഫ്റ്റ് ബ്രെയിൻ, നിയന്ത്രണം, ഓർഡർ, വീട്ടിലെ കൽപ്പന, ചിട്ട, മുറ, ശിക്ഷ, നിയമം നടപ്പിലാക്കണ ആൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ അപ്പോൾ ഈ കാർക്കശ്യം ഉണ്ട്. പക്ഷേ കാർക്കശ്യത്തിനോടൊപ്പം ഒരിക്കലും ചിരിക്കാത്ത ഒരപ്പനാണെങ്കിലോ, ഒരിക്കലും കുട്ടികളുടെ കൂടെ കളിക്കാത്ത ഒരപ്പനാണെങ്കിൽ, എൻ്റെ അപ്പച്ചനൊന്നും ചെറുപ്പത്തിൽ എൻ്റെ കൂടെ കളിച്ചിട്ടില്ല കേട്ടോ. ആ തലമുറകളിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇല്ല. എനിക്ക് വേണമെങ്കിൽ അന്ന് സ്ലേറ്റിൽ നമ്മൾ 48 മാർക്ക് മേടിച്ചിട്ട് ചെന്നാൽ 50 ഇത് കാണിച്ചാൽ പുള്ളി നോക്കുക, അപ്പോൾ 2 മാർക്ക് എവിടെ പോയിടാ എന്നേ ചോദിക്കുള്ളൂ. ഇന്നൊക്കെ അങ്ങനെ പിള്ളേരോട് പറഞ്ഞാൽ പിള്ളേർ ചിലപ്പോൾ പോയി കിണറ്റി ചാടും, ആത്മഹത്യ ചെയ്യും. അന്ന് അങ്ങനെയുള്ള സങ്കല്പം. അപ്പോഴും അപ്പച്ചൻ അപ്പോൾ അമ്മ കഴിഞ്ഞിട്ട് പറയും, അപ്പൻ്റെ ഉള്ളിൽ എന്നോട് പറഞ്ഞടാ അവന് 48 മാർക്ക് കിട്ടിയല്ലോ, 2 മാർക്കല്ലേ പോയല്ലോ, നിന്നോട് പറഞ്ഞാൽ നീ അഹംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്, അതുകൊണ്ട് മോൻ അതിൽ വിഷമിക്കൊന്നും വേണ്ട, അപ്പച്ചൻ നിനക്കൊരു പ്രത്യേക സാധനം തരാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞ്
അമ്മ പിന്നീട് അത് ഒരു ഇതിൻ്റെ ഇടയിൽ വക്കാലത്ത് നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ കാർക്കശ്യം. പക്ഷെ ഞാനിന്ന് ആലോചിക്കുക, എൻ്റെ ചേട്ടൻ മക്കളൊക്കെ ആയപ്പോൾ ആ പിള്ളേരേനൊന്നും അപ്പച്ചൻ ചെയ്ത പോലെയല്ല ചെയ്യണേ. ഇനി അവരുടെ മക്കൾ ഇപ്പോൾ വന്നു, പേരക്കിടാങ്ങളുടെ ഒക്കെ മക്കളായി തുടങ്ങി. ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾക്ക് മക്കളായി. ആ മക്കളൊക്കെ ഇവർ ഭയങ്കര കളിയാണ്. ആനപ്പുറത്ത് വരുത് അമ്മ മക്കളും കൂടി കളി. നമ്മൾ ചേട്ടൻ ചേച്ചിമാരുടെയൊക്കെ അടുത്താണ് ഈ കളിയൊക്കെ നടന്നിട്ടുള്ളത്. അപ്പനുള്ള കൺസെപ്റ്റ് മാറി, അപ്പനൊക്കെ പോയി. അപ്പനെ നമുക്ക് ഇടിക്കാം ചെയ്യാം ഒക്കെയുള്ള മാന്ത അങ്ങനെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ അടിച്ചേൽപ്പിക്കുന്ന ഒരപ്പൻ, അല്ലെങ്കിൽ അപ്പം വന്നു സന്തോഷം കെടുത്തുന്ന അപ്പൻ. ഇപ്പം വീട്ടിൽ രാത്രിയാകുമ്പോൾ അപ്പം വന്നു, ഞങ്ങളുടെ വീട് സ്ട്രിക്റ്റായിരുന്നു കേട്ടോ. അപ്പം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ട്രിക്റ്റാവും. പിന്നെ ബഹളവും ചിരിയൊന്നുമില്ല, പഠിപ്പാണ് കൂടുകയാണ്. 2 5 25, 2 6 26 എന്നും പറഞ്ഞ് നമ്മളെ മുറിയിൽ നിന്നാണ് പൂശുവാണ്. മാളങ്ങളിൽ ഒളിക്കാണ്. അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ. പിന്നെ അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്നിട്ട് തൂക്കുന്ന തൂമരങ്ങൾ ഇപ്പായുന്ന തൂമരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എല്ലാവരും ഭയങ്കര ഉറക്കത്തിൽ പൂശണം. കാരണം അല്ലെങ്കിൽ പുള്ളി അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പൻ നമ്മൾ പ്രായമായപ്പോൾ പുള്ളി മാറ്റി തീർച്ചയായിട്ടും. നമ്മൾ സെമിനാരൊക്കെ ചേർന്നപ്പോൾ ആൾക്ക് ഭയങ്കര റെസ്പെക്റ്റായി നമ്മളോട്, ചേട്ടന്മാരോട് തന്നെ ആയാലും. അപ്പോൾ അങ്ങനെയുള്ള, പക്ഷേ നമുക്ക് എപ്പോഴും സന്തോഷം കെടുത്തുന്ന ഒരാളാണ് ഈ അപ്പൻ എന്നെങ്കിലോ നമുക്കൊരിക്കലും ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെയുള്ള പിള്ളേരെ സെമിനാരിൽ കണ്ടിട്ടുണ്ട്. പിതാവായ ദൈവം എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരെ. ഞാൻ ചിലപ്പോൾ ചോദിക്കും, മോനെ ആരോടെ പ്രാർത്ഥിക്കണേ? പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ഇല്ല, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കും. ക്രിസ്തു ഒരു ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞു അത് പറ്റൂല. എന്താ? എൻ്റെ അപ്പൻ ഭയങ്കര ദുഷ്ടനായിരുന്നു, വെള്ളമടിച്ച് ബഹളുണ്ടാക്കി വീട്ടിലെല്ലാം. ആളെങ്ങനെ എൻ്റെ പിതാവെന്ന് എനിക്ക് എൻ്റെ അപ്പനെ ഓർമ്മ വരും. അത് വേണ്ട. ഞാൻ പറഞ്ഞു അത് പറ്റൂല. അപ്പൻ വെള്ളമടിച്ച് ചാലി കിടക്കുന്ന ആളാണെങ്കിലും ഈ അപ്പൻ എൻ്റെ അപ്പനാണെന്ന് പറയേണ്ട ദിവസം മാത്രമേ മോനെ അച്ഛനാവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നീ അച്ഛനായി പോയിട്ട് ഈ അപ്പൻ്റെ മൊട്ടത്തരാണ് നീ ആൾക്കാരോട് കാണിക്കുക. അപ്പോൾ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്, മാർപ്പാപ്പ പറയുന്നുള്ളത് വളരെ അസമാധാനം, ഭയം ഉൽപ്പാദിപ്പിക്കുന്ന അപ്പന്മാർ മാത്രമാണ് നമ്മുടെ വീടുകളിൽ ഉള്ളതെങ്കിൽ അവർക്കൊന്നും ഇന്ന് ദൈവത്തെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഏത് സംസ്കാരത്തിലായാലും ഈ ഒരു ചിന്ത അല്ലേ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ഇത് സൈക്കോളജിക്കലി പഠിക്കുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് യുങ്ങൊക്കെ അത് വളരെ, കാൾ ഗുസ്താവ് യുങ് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിതൃസങ്കല്പം, ദൈവത്തെ ഒരു പിതാവായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ വീട്ടിലെ അപ്പച്ചനിൽ നിന്നും അമ്മച്ചിയിൽ നിന്നും ലഭിക്കുന്ന പിതൃമാതൃസങ്കല്പങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഈ സങ്കല്പങ്ങളിൽ വരുന്ന വിള്ളലുകൾ, വിഷമതകൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കും. ഇപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് എപ്പിസോഡിൽ, ഈ കുമ്പസാരത്തിൽ വരുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞ പാപം തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ പറയും, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, പിന്നെ എന്തിനാ മോനെ വീണ്ടും പറയണേ? അതിന് ക്ഷമ കിട്ടിയതല്ലേ. അല്ല എന്നാലും എൻ്റെ അച്ഛ അത് മനസ്സിൽ പോകണില്ല, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ പിതാവായ ദൈവം മോനോട് പണ്ടേ പ്രാവശ്യം ക്ഷമിച്ചതാണ്. ഒരു പ്രാവശ്യം ഒരാൾ കുമ്പസാരിക്കാൻ വന്നിട്ട് പറയാ, കുമ്പസാരത്തിൽ പാപമൊന്നും പറഞ്ഞില്ല, കുമ്പസാരിച്ചിട്ട് 2 കൊല്ലമായി, കുറേ സമയമായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയണത് എന്നെ ശിക്ഷിക്കണം അച്ഛാ എന്നാണ്. ഞാൻ പറഞ്ഞു, ഒരു പാപം പറ, 2 കൊല്ലമായി ശരി, പക്ഷേ ശിക്ഷിക്കണം എന്ന് പറയാനായിട്ടാണെങ്കിൽ എന്താ ശിക്ഷ? കോടതിയാണ്, നടപ്പിലാക്കാൻ വന്നതാണോ കുറ്റവിചാരണയ്ക്ക്? അല്ല ഞാൻ വാവിയാണ്, അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല, അച്ഛൻ എന്നെ ശിക്ഷിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ശിക്ഷിക്കാനല്ല മോനെ ഇവിടെ ഇരിക്കുന്നത്. ഇത് കുമ്പസാരം എന്ന കൂതാശ, ദൈവത്തിൻ്റെ ഒരു അനുരഞ്ജനം കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ നീ എന്നെ എന്താണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ചില പോരായ്മകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ, അപ്പം ഞാൻ അദ്ദേഹത്തിനോട് അത് കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് ഞാൻ സംസാരിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ പറയണം? അപ്പോൾ ഇയാളുടെ അപ്പൻ അതുപോലെ ഇയാൾക്കൊരു ദുഷ്ടനാണ്. ഇവൻ്റെ ചെറുപ്പത്തിൽ ഇവൻ അനുഭവിച്ചിട്ടുള്ള അപ്പൻ അമ്മയെ തല്ലുന്നത്, പിന്നെ നാട്ടിലൊരു ഗുണ്ട, അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കൂടാ ഈ അപ്പനെ. എന്നിട്ട് ആൾക്കാരുടെ കൂടെ തല്ലൊക്കെ കിട്ടിയിട്ട് ചത്ത തന്നെയാണ് ആൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മകനെ ഒരിക്കലും ദൈവത്തെ ഒരു പിതാവായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് വളരെ നാട്യങ്ങളില്ലാത്ത ഒരാളാണ് പിതാവ്. പിതാവ് ചെറുപ്പത്തിലെ ഇഷ്ടം പോലെ നമ്മൾ പറയും കട്ടെടുക്കുകയാണെങ്കിൽ നമ്മളതുപോലെ ആവും. അപ്പോൾ ഇത് നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലാക്കണം. ഇന്ന് ആത്മീയ രംഗത്ത്
നമ്മളെ കേൾക്കുന്ന ആൾക്കാർ ആർക്കെങ്കിലും ദൈവത്തെ ഒരു പിതാവായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ആ കരുണ മനസ്സിലാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്നും ഭയങ്കര കാർക്കശ്യത്തോടു കൂടിയ മക്കളോട് പെരുമാറുള്ളൂ, ചിരിക്കില്ല, തമാശ പറയൂല, സ്നേഹം കാണിക്കൂല, കരുണ കാണിക്കൂല, ഭീകരസത്വമായിട്ട് ജീവിക്കുന്ന അപ്പന്മാർ ഇപ്പോഴും നമ്മുടെ തലമുറകളിൽ ഉണ്ടെങ്കിൽ അവരെ ഓർക്കണം. അവർ അനുഭവിച്ച ഒരു പിതൃസങ്കല്പത്തിലും മാതൃസങ്കല്പത്തിലും വലിയ പരാധീനതകൾ പറ്റിയിട്ടുണ്ട്, പോരായ്മകൾ പറ്റിയിട്ടുണ്ട്. അത് അവരിപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരത് അവരുടെ മക്കളിലേക്ക് സന്നിവേശിപ്പിക്കും. ആ സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ ചെറുമക്കളോട് അവർ ചെയ്യണം. അപ്പോൾ ഇന്ന് മാതാപിതാക്കളിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ മുഴുവൻ ഒരു പരിധിവരെ അടുത്ത തലമുറകളിലേക്ക് സംക്രമണം ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ അതിന് ഒരു ആത്മീയമായ ഉറപ്പുകൂടി കിട്ടും, ദൈവം ഇതുപോലെ ക്രൂരനാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഓർക്കണം, ഇന്ന് അപ്പനില്ലാത്ത ഭവനം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ അപ്പൻ മരിച്ചു പോയതിനെ കുറിച്ചല്ല പറയണേ. ഒരപ്പൻ എന്ന് പറഞ്ഞാൽ കരുണയോടുകൂടെ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും കാണുന്ന ഒരാളാണ്. ഏറ്റവും അവസാനം ബാക്കി എല്ലാവരും തമ്മിൽ വഴക്കടിച്ചാലും അപ്പനാണ് പറയേണ്ടത്, സാരില്ല പോട്ടെ. ഞാൻ ഇരിഞ്ഞാലക്കുട പിതാവിനെ ഓർക്കുകയാണ്. ഇപ്പോഴത്തെ പിതാവിനേക്കാൾ മുമ്പ് പണ്ടത്തെ ഒരു സീനിയറായിട്ട് പഴയാറ്റിൽ പിതാവ്. ഈ പഴയാറ്റിൽ പിതാവ് പ്രസ്ബിറ്റേറിയത്തിൽ പലപ്പോഴും അച്ഛന്മാരുടെ മാത്രമുള്ള സ്ഥലമാണല്ലോ ഗാദറിങ്. അപ്പോൾ അതിലൊക്കെ വരുമ്പോൾ ഓരോ അച്ഛന്മാരും ഓരോ പള്ളികളിൽ നടത്തിയ കാര്യങ്ങൾ, കുഴപ്പങ്ങൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. തെറ്റുതിരുത്തലുകൾ സമയങ്ങളൊക്കെ ഉണ്ടാവും. പരസ്പര 0 അവറിൽ രൂപതയുടെ മൊത്തം കാര്യങ്ങൾ അവിടെ ഓരോരുത്തർക്കും പറ്റുന്ന അങ്ങനെയുള്ള ഒരു അച്ഛന്മാർ മാത്രമുള്ളൊരു ഗ്യാങ്ങാണ്. അപ്പോൾ അതിൽ പറയുന്ന അവസരത്തിൽ ചില അച്ഛന്മാർ ചെയ്ത കൊള്ളരുതായ്മകളെക്കുറിച്ചൊക്കെ വേറൊരു അച്ഛൻ നിന്ന് ആ ഇടവകയിലെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചില അവസരങ്ങളിൽ പിതാവ് തന്നെ കുറച്ചൊക്കെ കുറച്ച് കൂടുതൽ പറയണ കാണുമ്പോൾ ഈ പഴയാറ്റി പിതാവ് എഴുന്നേറ്റിട്ട് പറയും, എനിക്കത് അറിയായിരുന്നു, അച്ഛൻ അങ്ങനെ ഒരു വീഴ്ച പറ്റി, അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞായിരുന്നു, മാപ്പൊക്കെ എങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ അച്ഛന് മാപ്പ് കൊടുത്തതാണ്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ അടുത്ത ഇടവകയിലേക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ആ അച്ഛന് വേണ്ടി മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്മാരെന്താ പറയണ, ഒന്നും പറയാനില്ല. പിന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ ബാക്കിയുള്ളവർ ആ അച്ഛനെ മുന്നാടിക്കല അവിടെ അച്ഛൻ പിതാവ് മാപ്പ് പറഞ്ഞില്ല അവന് വേണ്ടി, എന്നിട്ട് നീ എന്തിനാ പറയണത് എന്നൊക്കെ പറഞ്ഞ് നീ എത്ര നല്ലതൊന്നല്ല പിന്നെ അവൻ്റെ പക്കട്ടേക്ക് കയറും. അപ്പോൾ ഈ പറയണതിൻ്റെ കാര്യം ഈ അപ്പനുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. വീട്ടിൽ അപ്പനുണ്ടാ, നമ്മൾ അതുകൊണ്ടാണ് നീ തന്തയില്ലാത്ത മക്കളെ എന്നൊക്കെ നമ്മൾ ചില ആൾക്കാർ തെറിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ഈ തന്ത ഉണ്ടെങ്കിൽ അവിടെ ഒരു ഓർഡർ ഉണ്ടാവും, അവിടെ കാര്യങ്ങൾക്ക് അവസാനം ഒരു തീരുമാനം ഉണ്ടാവും. അപ്പനില്ലാത്ത വീട്ടിൽ അമ്മ അത് ചെയ്യുന്നു, ചിലപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചെയ്യുന്നു. അപ്പോൾ അപ്പനില്ലാത്ത ഭവനങ്ങൾ ആ പിതൃത്വം നഷ്ടപ്പെട്ട മക്കളെ പോലെ പരസ്പരം കലഹിക്കുന്ന ഒരു അവസരം ആകരുത് ഒരു ഭവനം ഒരു എന്നാണ് ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, ഹൃദയങ്ങൾ അപ്പനുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കുന്നു. എന്നോട് പണ്ട് പറഞ്ഞതുപോലെ നീ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നീ തന്നെ തൃശ്ശൂർക്ക് പോകും, ഒരു പ്രതീക്ഷ നൽകുന്നു, ജീവിതത്തിലെ ചില മൂല്യങ്ങൾ തരുന്നു, നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുന്നു. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ പിതൃമാതൃസങ്കല്പം അങ്ങനത്തെ ഒരു പടം തന്നെയാണ് ഈ അടുത്ത് വന്ന വാഴ. 4 അപ്പന്മാർക്ക് മക്കളൊക്കെ വെച്ചു ഉണ്ടായി, 4 എണ്ണം അതിന് പകരം വാഴ വെച്ചൊക്കെ നന്നായിരുന്നു, പിന്നെ ഓരോരുത്തരും വെച്ച വാഴ ഈ തരത്തിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ അവസാനം ഇവർ പിന്നാലെ ചീത്ത പറഞ്ഞാൽ 4 പേര് നടക്കണേ. പിന്നെ ഏറ്റവും അവസാനമായപ്പോൾ 4 പേര് ഇവരെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ ശരിയാവാൻ തുടങ്ങുന്നു. അപ്പോൾ അതും ഈ ഒരു ചിത്രം തന്നെയാണ്, സൈക്കോളജിക്കലായുള്ള ചിത്രമാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ പറയാനുള്ളത്, പിതാവ് എന്ന് പറയുന്ന ആ സങ്കല്പം, ദൈവം പിതാവാണ് എന്ന് പറയുന്ന സങ്കല്പം ഒരുപക്ഷെ നമ്മെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഒരു രൂപമാണ്. അത് അപ്പനില്ലാത്ത, നാഥനില്ലാത്ത, ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കപ്പെടാൻ നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ ഇടവരുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതിനെ നയിക്കുന്ന ആളുകൾക്ക് ഈ പിതൃത്വ മാതൃത്വ ഗുണങ്ങളില്ലാതെ പോകുമ്പോഴാണ്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം സ്വർഗസ്ഥനായ പിതാവിനെ പോലെ കരുണയോടുകൂടെ ക്ഷമാപൂർവം ബാക്കി എല്ലാവരും തഴഞ്ഞാലും കൈവിടാത്ത ചേർത്ത് നിർത്തുന്ന കരുതലോടെ കൂടെ മടിയിലേക്ക്
എടുത്തു വയ്ക്കുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിയായി തീരണം ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ സമൂഹത്തിൽ എന്നുള്ള ആ ഉത്തരവാദിത്വമാണ് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നവർക്ക് ആ പിതാവിൻ്റെ മക്കൾ എന്നുള്ള വലിയ ഉത്തരവാദിത്വം, കടമ ഉണ്ടെന്നാണ് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അച്ഛൻ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആ ഭാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം പ്രേക്ഷകർ കേട്ടിരിക്കുമല്ലോ. സ്വർഗത്തിലെ പിതാവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഭൂമിയിലെ നമുക്ക് മക്കൾ എന്നുള്ള, ആ പിതാവിൻ്റെ മക്കൾ എന്നുള്ള ഉത്തരവാദിത്വത്തിൻ്റെ അർത്ഥം കൂടി അച്ഛൻ ഇന്ന് വിശദീകരിച്ചു. ഇത് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.